അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാബേജിന്റെ ഒരു നാടൻ സ്റ്റൈലിലുള്ള ഒരു തോരനാണ്. നമ്മൾ സദ്യയിലൊക്കെ വിളമ്പുന്ന ടൈപ്പിലൊരു തോരനില്ലേ, ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളത് ക്യാബേജ് ഒക്കെ അരിഞ്ഞ് നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയതായിട്ട് അരിയണേ, കുനുകുന അരിഞ്ഞെടുക്കണം, എന്നാലേ അതിന്റെ ഒരു സുഖം കിട്ടത്തുള്ളൂ. പിന്നെ നമ്മുടെ കറിവേപ്പില, തേങ്ങ, ഇഞ്ചി, നമ്മുടെ പച്ചമുളക്, പിന്നെ സ്വല്പം നമ്മുടെ അതിന്റെ കൂട്ടത്തില് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും വേണം, ഇനിയും ഉപ്പും വേണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഞെരടി റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ ഈ നമ്മുടെ അടുപ്പയിടത്തില്ലേ, അടുപ്പയിടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതെല്ലാം കൂടെ എല്ലാം ഒന്ന് ഇളക്കി എടുക്കണം. ഇളക്കിയാൽ മതി, ഒത്തിരി തിരുമൊന്നും വേണ്ട. ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെക്കണം. അപ്പൊ നമ്മൾ ഈ കടുകൊക്കെ വറക്കത്തില്ലേ, ആ സമയം കൊണ്ട് ഇത് എല്ലായിടത്തും ഒന്ന് ആകുകയും ചെയ്യും, ടേസ്റ്റും വരും. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എടുക്കുന്ന നമ്മുടെ ചീനച്ചട്ടിയൊക്കെ ചെറുതാണെങ്കിൽ ചിലപ്പോൾ ഇളക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഇങ്ങനെ ഇളക്കിയൊക്കെ വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ അതിനൊരു ടെൻഷൻ നമ്മൾ. അതുകൊണ്ട് തന്നെയല്ല ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴല്ല, ഇത് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ട് കേട്ടോ, അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ എല്ലാം എന്തായാലും കൊള്ളാം. ഇതാണ് നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ ഇതാണ് കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. അതെ, അപ്പൊ നമ്മളിവിടെ എല്ലാ സാധനവും സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇപ്പുറത്ത് ഇനിയും ഒരു 1/2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കത്തിച്ചു കൊടുക്കാവേ, ചൂടാണ്. എന്നിട്ട് വേണം ഇനി കടുക് വറുക്കാൻ. ഇത് നമ്മുടെ സാധാരണ കുക്കിംഗ് ഓയിൽ കേട്ടോ, മറ്റേ വെളിച്ചെണ്ണയല്ല. വെളിച്ചെണ്ണ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. നമ്മുടെ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാവേ. ഒരു നുള്ളു കടുക് മതി. അതിന്റെ കൂടെ നമുക്ക് ഒരു വറ്റലമുളകും കൂടെ അങ്ങോട്ട് മുറിച്ചിടാവേ. വറ്റൽമുളക് ഇടുമ്പോൾ എപ്പോഴും മുറിച്ച് മാത്രമേ ഇടാവൂ. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്, എനിക്ക് ആവശ്യത്തിന്. അപ്പം അതിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മള് പച്ചമുളക് ഉണക്കമുളക്. അപ്പം നമ്മുടെ കടുകും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ ആവിയിൽ പെട്ടെന്ന് വേവും. ഈ ക്യാബേജിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോരനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ ചാത്തി വെച്ച് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം. അതിന്റെ സ്ട്രെയിനൊന്നും വേണം, മറ്റേ സാധനങ്ങൾ അരിഞ്ഞിട്ട് പാടില്ല. ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് നമ്മളിപ്പോ ഓൾറെഡി ഇത് എല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോ ഇളക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആവി കേൾക്കുന്ന സംഗതി ഓക്കെ. അപ്പൊ നമുക്കിനി അടച്ചു വെക്കാം. അപ്പൊ നമ്മളുണ്ടല്ലോ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇളക്കി ഇട്ടായിരുന്നു, ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക്. ഇപ്പൊ നമ്മുടെ സംഭവം നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് വളരെ വേഗം തന്നെ വേഗം. അതുകൊണ്ടാണ് സദ്യക്കൊക്കെ ആണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ക്യാബേജ് തോരൻ. അധികം നേരം വേണ്ട ഈ സാധനത്തിന്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കിയാൽ പച്ചമുളകിന്റെ എരി അത്യാവശ്യമുണ്ട്, ഉപ്പ് കറക്റ്റാണ്, വെന്തിട്ടുണ്ട് സംഭവം, ടേസ്റ്റും ഉണ്ട്. അതായത് നമ്മുടെ സദ്യക്ക് കഴിക്കുന്നതേ ആ ഒരു ടേസ്റ്റാണ്. സദ്യക്ക് ഇപ്പോൾ ഓണസദ്യക്കൊക്കെ നമ്മൾ തോരൻ ഉണ്ടാക്കുന്നില്ലല്ലേ, വളരെ വേഗം പെട്ടെന്ന് തയ്യാറാക്കാം. കാരണം നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതെ, ക്യാബേജ് ആവുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അരിയാൻ വളരെ എളുപ്പമാണ്. അതിന്റെ പുറത്തുള്ള ഒരു 2-3 ലെയർ അങ്ങ് പൊളിച്ച് കളയുമ്പോഴത്തേക്ക് സംഭവം ക്ലീൻ ആയി ഒന്ന് കഴുകുക, അരിയുക, 2 പച്ചമുളക് ഇടുക, ചെയ്തെടുക്കുക. അപ്പം ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട്, അതായത് നമ്മൾ ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യത്തില്ലേ, നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചട്ടിയിലിട്ട് ഇളക്കി റെഡിയാക്കുന്ന ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയണം. അപ്പം അതൊന്ന് എന്താ പറയുക, ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. അപ്പം അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അത്, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ അറിയാൻ മേലാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ഫ്രണ്ട്സൊക്കെ, അപ്പോൾ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വ്യത്യസ്തമായ ഒരു പുതിയ രുചിയായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് I don't give a fuck what you say. Yeah, I'ma do shit my way.
You can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.